ഇപ്പോൾ അടുത്ത കാലത്ത് ബോളിവുഡിൽ നിന്ന് റിലീസായ മൂവീസിൽ യുനാനിമസ് ആയിട്ട് ഒരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയ ഒരു മൂവിയായിരുന്നു ഹോം ബൗണ്ട് എന്ന് പറഞ്ഞ ഫിലിം. പക്ഷേ ഈ പോസിറ്റീവ് റെസ്പോൺസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഒരു ലിമിറ്റഡ് റിലീസ് ആയതുകൊണ്ടായിരിക്കാം അത്ര അധികം തിയേറ്റർ റണ്ണൊന്നും കിട്ടിയില്ല പടത്തിന്. റീസെൻ്റ്ലി ആ പടം OTT റിലീസ് ഉണ്ടായി. നെറ്റ്ഫ്ലിക്സിലാണ് പടം റിലീസായത്. സോ ഡിസൈഡ് ടു ഗിവ് ഇറ്റ് എ ഗോ. സോ ലെറ്റ്സ് ജസ്റ്റ് റിവ്യൂ ഹോം ബൗണ്ട്. പോലീസ് കോൺസ്റ്റബിളിൻ്റെ എക്സാം റിസൾട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ചന്ദൻ എന്നും ഷോയബ് അലി എന്ന് പറഞ്ഞുള്ള രണ്ട് ചെറുപ്പക്കാരുടെ കഥയാണ് ഈ ഹോം ബൗണ്ട് പറയുന്നത്. ഇപ്പോൾ നോർത്ത് ഇന്ത്യൻ ഗ്രാമത്തിൽ വളരുന്ന ഇവർ ഒരുപാട് സാമൂഹികമായിട്ടുള്ള അനീതികൾ നേരിട്ടിട്ടുണ്ട്. ഇപ്പോൾ ചന്ദൻ ലോവർ കാസ്റ്റായി എന്നുള്ള രീതിയിലും ഷോയബ് അലി മുസ്ലിം ആണ് എന്നുള്ള രീതിയിലും ഒരുപാട് അനീതികളൊക്കെ നേരിടുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ അനീതികളൊന്നും ഒരു സൂപ്പർഫിഷ്യലായിട്ടോ അല്ലെങ്കിൽ ഒരു സിനിമാറ്റിക് ലിബർട്ടി ആയിട്ടൊന്നും കാണിക്കുന്നില്ല. പക്ഷേ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇറ്റ്സ് റൂട്ടഡ്. അത് തന്നെയാണ് ഈ പടത്തിൻ്റെ ഒരു പവർ. അതായത് ഇപ്പോൾ കാണുന്ന സംഭവങ്ങൾ നമ്മൾക്ക് ചുറ്റും നമ്മൾ കണ്ടിട്ടുള്ളതായിരിക്കാം, ഒരുപക്ഷെ ന്യൂസിലായിരിക്കാം, അല്ലെങ്കിൽ ഇൻ റിയൽ ലൈഫ് നമ്മൾ ചുറ്റും കാണുന്ന ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ തന്നെയാണ് പടം പറയുന്നത്. അല്ലാണ്ട് ലൈക്ക് ഓവറായിട്ടൊന്നും ഈ പടം പറയാൻ ശ്രമിക്കുന്നില്ല. അപ്പോൾ അത് പടത്തിൻ്റെ ഏറ്റവും വലിയൊരു പോസിറ്റീവായിട്ട് തോന്നിയതാണ്. അപ്പോൾ ഇവർ ഭയങ്കര ഹോപ്പ്ഫുള്ളായിട്ട് അവരുടെ ജീവിതം കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്നതും പക്ഷേ വരുന്ന സാഹചര്യങ്ങൾ എല്ലാം അതിൻ്റെ ഓപ്പോസിറ്റായി പോകുന്നതൊക്കെ ആയിട്ടാണ് കഥ പോകുന്നത്. ഒരു 2 മണിക്കൂറോളം ഉള്ള ഈ റൺ ടൈമുള്ള ഈ പടം ഭയങ്കര ടച്ചിങ് ആയിട്ടാണ് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അവസാനത്തെ ഒരു ഭാഗമൊക്കെ ആകുമ്പോഴേക്കും ഭയങ്കര ഇമോഷണലി ഒരു വെയിറ്റേജ് അല്ലെങ്കിൽ ഒരു ഇമ്പാക്റ്റ് തരാൻ പടത്തിന് പറ്റുന്നുണ്ട്. ഇപ്പോൾ ഒരു ടിയേർഡ് ഐസായിട്ടായിരിക്കും പടം കണ്ട് കഴിയുമ്പോൾ. എനിക്കങ്ങനെയായിരുന്നു. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഒരു പ്രൊപ്പഗണ്ട ഓറിയൻറ്റഡോ അല്ലെങ്കിൽ ആരെയും ടാർഗറ്റ് ഒന്നും പടം ചെയ്യുന്നില്ല. ഈ പടം ഭയങ്കര ഹോണസ്റ്റ് അറ്റംപ്റ്റ് പോലെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ പറഞ്ഞു പോകുന്നത്. അപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു റിയാലിറ്റി ഫീൽ ചെയ്യുകയും ചെയ്യും. സോ ഭയങ്കര ഹോണസ്റ്റ് ആയിട്ടുള്ളൊരു മൂവി, ഭയങ്കര സിനിമാറ്റിക് ലിബർട്ടി ഒന്നും ആക്കാതെ ഒരു ഗ്രൗണ്ടഡ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. എൻഗേജിങ് ആണ്, പ്രത്യേകിച്ച് ലാഗൊന്നുമില്ല. പക്ഷെ കണ്ടു കഴിയുമ്പോൾ ലൈക്ക് വിൽ റിയലൈസ് ഓർ വി തിങ്ക് അബൌട്ട് ഹൗ പ്രിവിലേജ്ഡ് വി ആർ. പല സിനാരിയോയിലും ഇപ്പോൾ ഈവൻ കോവിഡ് അതൊക്കെ വരുന്ന സമയത്ത് നമ്മൾ എത്രത്തോളം പ്രിവിലേജ്ഡ് ആയിരുന്നു എന്നുള്ള കാര്യം ഒന്നും കൂടി നമ്മളെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട് ഈ പടം. ഇറ്റ്സ് എ മസ്റ്റ് വാച്ച് ഫിലിം, വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ റീസെൻറ്റ് ടൈംസ് എന്ന് ഞാൻ പറയും. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. കണ്ടു നോക്കുക. ഇറ്റ്സ് എ മസ്റ്റ് വാച്ച്.